നാറ്റ്സ് ഗ്ലോബൽ ഫോറം അവതരിപ്പിക്കുന്ന ലൈവ് ഫാമിലി ക്യൂസിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതേഷ് കൃഷ്ണ, യു ക്യൂസ് മാസ്റ്റർ. പാർട്ടിസിപ്പൻസിനെ ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്തതിനു ശേഷം നമുക്ക് ക്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കടന്നു വരുന്ന ടീം ഗോപിക ആൻഡ് ഗോകുലാണ്. ഗോപിക കൃഷ്ണൻ, ഗോകുൽ, സ്വാഗതം. എന്റെ പേര് ഗോപിക. ഞാൻ എംടെക് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഇപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഇത് അനിയൻ ഗോകുൽ ആണ് കൂടെ മത്സരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ടീമായിട്ട് മത്സരിക്കുന്നത് മുഹമ്മദ് അമ്മനാണ്. മുഹമ്മദ് അമ്മൻ. ഞാൻ ഷമീന റസാഖ്, നടുവണ്ണൂരിനടുത്തുള്ള കൊട്ടൂര UP സ്കൂളില്. എന്റെ പേര് ഗോപിക. ഞാൻ +2 കൊമേഴ്സ് ആണ് പഠിക്കുകയാണ്. 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും മൊമെന്റവുമാണ് ഒന്നാം സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. 4 എപ്പിസോഡുകളായിട്ട് എതിരാളികളെ മലർത്തിയടിച്ചുകൊണ്ട് അവസാന റൗണ്ടിലേക്ക് എത്തിയ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തിയിരിക്കുന്ന ദ ബെസ്റ്റ് 4 ടീംസ് ആണ് നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത്. ഗ്രാൻഡ് ഫിനാലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു. നമ്മുടെ അറിവ് ആയുധമാകുന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിന്റെ മാർക്ക് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ, സ്കോറൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മുടെ കൂടെ തയ്യാറെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫിറോസ് അപ്പറ്റേക്കും കൂടെ സ്വാഗതം. ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ കണ്ടസ്റ്റൻസിനും ഐ വിഷ് യു ഗുഡ് ലക്ക്. ഈ ഗ്രാൻഡ് ഫിനാലെ നമുക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെക്കാനി ഗോൾഡ്, നടുവണ്ണൂർ, ഉള്ളേരിയൻ, ക്രിച്ചേരി, സിദ്ര, Goals and Diamonds, Nepayur and Active Barrels and Tankers LLC ഷാർജ. അപ്പൊ നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് എന്ന് അറൌണ്ട് ദ വേൾഡ് എന്ന കറന്റ് അഫയേഴ്സ് റൗണ്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേൾഡ് വാട്ടർ ഡേ എന്നാണ് ആദ്യത്തെ ചോദ്യം. മാർച്ച് 22. നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സതി ദേവിയാണെന്ന് ശരിയായ ഉത്തരം പറഞ്ഞുകൊണ്ട് നേരിട്ടുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം ഓഷൻ സി, ഫിൻലാൻഡ്. ഇന്ത്യൻ നാഷണൽ യൂത്ത് ഡേ ആരുടെ ജന്മദിനമാണ്? ഓഷൻ സി, സ്വാമി വിവേകാനന്ദ. അമർത്യ സെൻ. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ നേരിട്ടുള്ള ചോദ്യത്തിനും നേരിട്ടുള്ള ഉത്തരം ഡോക്ടർ അമർത്യ സെൻ. ദുബായ്. ആരാണ് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ? അറൌണ്ട് ദ വേൾഡ് എന്ന റൗണ്ട് കഴിഞ്ഞപ്പോൾ സ്കോർ നില ഷമീന റസാഖ് 10 പോയിന്റ്സ്, രണ്ടാമത് മുഹമ്മദ് അമൻ 20 പോയിന്റ്സ്, ഗോപിക കൃഷ്ണൻ 20 പോയിന്റ്സ്, ഷീല ഉണ്ണികൃഷ്ണൻ 25 പോയിന്റ്സ്. റൗണ്ടിലേക്കാണ് പോകുന്നത്. ലോക പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ പാതിമറച്ച ചിത്രമാണ് കാണിക്കുന്നത്. അതിൽ നിന്നും ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ ഒരു മുഖം കാണാം, പാതിമറച്ച മുഖം കാണാം. ഇദ്ദേഹം കോഴിക്കോടുകാരനാണ്, പട്ടാളക്കാരനാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അബദ്ധമായി പോയി തോന്നുന്നുണ്ടോ? ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ തെറ്റിപ്പോകും. ഉത്തരം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന വീരചക്രം പ്രാപിച്ച പട്ടാളക്കാരന്റെ NSG കമാൻഡോയുടെ ചിത്രം വല്ലാതെ മറന്നു പോയിട്ടും ചുണ്ട് കണ്ടപ്പോഴേ അതാ പത്രത്തില് ഫോട്ടോയിലൊക്കെ നന്നായിട്ട്. നാഗർകോവിലുകാരനായ ഒരാളുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത്. ഒരു കുറ്റകൃത്യത്തിൽ ആരോപിക്കപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം. നമ്പിനാരായണൻ. സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിലും നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. Be vigilant, be ready and here we go. മലയാളിയാണ്, കോട്ടയത്ത് നിന്നുള്ളതാണ്. അഞ്ജു ബോബി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് ടെൻഷൻ. രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്ലൂസിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്, പക്ഷെ ഇന്ത്യക്കാരനാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നാറ്റ്സ് ഗ്ലോബൽ ഫോറം അവതരിപ്പിക്കുന്ന ലൈവ് ഫാമിലി ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡാണ്. മൂന്നാമത്തെ റൗണ്ടിലാണ് നമ്മളിപ്പോ. വോയിസ് ഫ്രം ദ പാസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീല ഉണ്ണികൃഷ്ണൻ, are you ready? Ready, sir. Here we go. I regard myself as a soldier, though a soldier of peace. APJയുടെ ശബ്ദമാണോ അത്? അദ്ദേഹത്തെ സൗണ്ട് പ്രത്യേക തരം സൗണ്ടാണ്. കറക്റ്റ്, പ്രത്യേകതരം സൗണ്ട് ആണ്. പക്ഷെ ആ പ്രത്യേകതയുള്ള സൗണ്ട് ആണോ ഇത് എന്നാണ് എന്റെ ചോദ്യം. ആ പ്രത്യേകതയുള്ള സൗണ്ട് തന്നെയാണ്. But unfortunately, your answer is wrong. 1 year ago, we made a tryst with destiny. The tryst with destiny എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ പ്രസംഗം ആരുടേതെന്നാണ് ഷമീന ടീച്ചർ എന്നോട് ചോദ്യം. ഷമീന ടീച്ചർ, your time starts. APJയുടെ ശബ്ദമാണോ ഈ ഇടറുന്ന ശബ്ദം? നെഹ്റുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് മുഹമ്മദ് അമൻ പോയിന്റ്സ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് അമൻ. During my lifetime, I have dedicated my life. നെൽസൺ മണ്ടേല. I am prepared to die എന്ന വിശ്വസിദ്ധമായ പ്രസംഗം നടത്തിയ നെൽസൺ മണ്ടേലയുടെ പ്രസംഗമാണോ? Well, in fact, I'm very proud to be the first Pashtun and the youngest person
to receive this award. മലാല യൂസഫ്. Muhammad Aman 30 points, Govika Krishnan 85 points. 90 seconds കൊണ്ട് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ആദ്യമായിട്ട് ഈ റൗണ്ടിലേക്ക് വരുന്നത് ഗോപികയും ഗോകുലുമാണ്. Are you ready? 10 ചോദ്യം 90 സെക്കൻഡ് സമയം. Here we go. Your time starts now. ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഉപകരണം. ഹൈഗ്രോമീറ്റർ. Correct answer. National Girl Child Day of India. ഒക്ടോബർ 13. തെറ്റ്. ആരുടെ കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? അരുന്ധതി റോയ്. ശരി. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം? സ്വിറ്റ്സർലാൻഡ്. കറക്റ്റ്. ദക്ഷിണ ഗംഗോത്രി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. തെറ്റ്. ക്ലോണിങ്ങിലൂടെ ആദ്യ ജീവിയായ ഡോളിയെ സൃഷ്ടിച്ച സയന്റിസ്റ്റിന്റെ പേര്? ഇയാൻ വിൽമുട്ട്. ശരി. ശ്രീലങ്കയിലെ ചിലിയുടെ അംബാസഡർ ആയിരുന്ന നോബൽ സമ്മാനം നേടിയ കവി? പബ്ലോ നെരൂദ. കറക്റ്റ്. പാകിസ്ഥാനും ഏത് രാജ്യവും തമ്മിലാണ് സിപെക് എന്ന കോറിഡോർ? ചൈന. കറക്റ്റ്. റെഡ് ഫോർട്ട് നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. ശരി. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ മന്ത്രി ഗൗരമ്മയാണ്. തെറ്റോ ശരിയോ? ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഗോപിക ആൻഡ് ഗോകുൽ. Muhammad Aman 50 points, Govika Krishnan 165 points. ഫലപ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് നടത്താനായിട്ട് നമ്മുടെ ഷിറാഫ് നാപ്സ് ഗ്ലോബൽ ഫോറത്തിന്റെ റെപ്രസെന്റേറ്റീവായി ഷിറാഫ് മുണ്ടാടിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഷിറാഫ്. അതിന്റെ അണിയറ പ്രവർത്തകര്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഫൈസൽ, സാഖ്, ഷിഹാബ്, ഈസി, ഫിറോസ്, റിയാസ്, റസാഖ്, അബ്ദുൽ ജബ്ബാർ, എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു ക്വിസ് പ്രോഗ്രാം വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ജിതേഷ് കൃഷ്ണയ്ക്ക് നാപ്സ് ഗ്ലോബൽ ഫോറത്തിന്റെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് നമ്മുടെ ഫലം പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ, ഈ ഒരു പോരാട്ടത്തിൽ, അറിവിന്റെ പോരാട്ടത്തിൽ വിജയിച്ചു കയറിയത് നമ്മുടെ ഗോപിക കൃഷ്ണനും അതുപോലെ ഗോകുൽ കൃഷ്ണനുമാണ്. രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതും ഈ ഒരു അവസരത്തിൽ എനിക്ക് കുറെ പേരെടുത്ത് ആദ്യം താങ്ക്സ് പറയണം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയിക്കാൻ പറ്റുമെന്ന് ഒട്ടും കരുതിയില്ല. പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടൊക്കെ അങ്ങ് വീണ്. ചക്ക വീണ് മുയല് ചത്തതാണെന്ന് വിനയം കൊണ്ട് നിങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാ റൗണ്ട്സിലും പൂർണ്ണമായിട്ടും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ക്വിസിലെ വിന്നേഴ്സ് ആയത്. മനോഹരമായിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ വാസ്റ്റ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇനിയും ഇനിയും ഒരുപാട് മത്സരങ്ങളിലും മത്സരങ്ങൾക്കപ്പുറത്ത് അറിവ് നേടിത്തരുന്ന എല്ലാ അർഹതകളും, എല്ലാ അവാർഡ്സും, എല്ലാ ഹൈറ്റ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കീഴ്പ്പെടുത്താനാവും. പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ധന്യമായത് നാപ്സ് ഗ്ലോബൽ ഫോറത്തിന്റെ ഫാമിലി ലൈവ് ക്വിസ് ആണ്. വളരെ സന്തോഷം സാർ. കുറെ കാലത്തിന് ശേഷമാണ് ഒരു പ്രോഗ്രാമിലൊക്കെ വരുന്നത്. സ്കൂളിൽ പങ്കെടുക്കുന്നെങ്കിൽ അതൊക്കെ ഇടയ്ക്കായിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം. അതും അനുഭവമാണ്. ആദ്യം തന്നെ നമ്മള് ഫസലിക്കനോടാണ് നന്ദി പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ ഇതിങ്ങനെ. വളരെയധികം സന്തോഷമുണ്ട് സാർ. ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജിതേഷ് സാറ് ഫസ്റ്റ് നമുക്ക് എന്താ പറയുന്നത് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമ്മള് 8 മണിക്ക് കയറി ആ ടെൻഷനൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നത്. അതിൽ സാറിന്റെ പങ്ക് വളരെ വലുതാണ്. ഒരു ക്വിസ് മാസ്റ്റർ എന്നതിലുപരി നമ്മളെന്താ പറയാ ടെൻഷൻ ഫ്രീ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വിസിൽ വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ധൈര്യം കാണിച്ച ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വന്ന 15 ടീംസിനും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച 4 ടീംസിനും എന്റെ എല്ലാ നന്ദിയും എല്ലാ ആശംസകളും അറിയിക്കട്ടെ. ഇനിയും നമ്മൾ ഒരുപാട് ദൂരം പോകും. അറിവ് കൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് ഏറ്റുമുട്ടും. അങ്ങനെ യാത്രകളിൽ എപ്പോഴെങ്കിലും നിങ്ങളെയൊക്കെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ കാണാനാവുമെന്ന വിശ്വാസത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഇന്നത്തെ രാവിനെ വിട പറയുകയാണ്. ഇത്രയും നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നാപ്സ് ഗ്ലോബൽ ഫോറത്തിന്റെ എന്റെ എല്ലാവരുടെയും നന്ദി അറിയിക്കട്ടെ. നന്ദി. ശുഭ രാത്രി, സുഖനിദ്ര. ഇനിയും ഒരിക്കൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിട്ടും. അതുവരേക്കും വിടാം.